ഇത്രയും വെള്ളമടിച്ചിട്ട് ഈ സംഗതികളൊക്കെ എങ്ങനെ കറക്റ്റ് ആയിട്ട് വന്നു, ഇത്രയും ഫിറ്റ് ആയിട്ടും? സർ ഫിറ്റിന്റെ അടുത്ത് രണ്ട് അർത്ഥമുണ്ട്. ഒന്ന് കുടിച്ചിട്ട് ഒന്ന് കുടിക്കാതെ ഫുള്ള് ഫിറ്റ്. കുടിക്കാതെ ഫിറ്റ് ആണ്. ഞാൻ രണ്ടുമാണ്. രണ്ടുമാണോ? ആ, നീ കുടിച്ചിട്ട് ഫിറ്റ് ആണോ? കുടിച്ചിട്ട് ഫിറ്റാണ്, കുടിക്കാതെ ഫിറ്റാണ്. ആണോ? കുടിക്കാതെ ഫിറ്റ് ആവുന്ന ആളെ ആദ്യമായിട്ടാ ഇങ്ങനെ കാണുന്നത്. അതെ, ഹെൽത്തി അവൻ ബോയ് ജന്മനാ fit ആണ്. അവൻ ഹെൽത്തി ആണെന്ന് ഉദ്ദേശിച്ചത്. ഹീസ് എ വെരി ഫിറ്റ് ബോയ് അല്ലേ? അതാണ് വളരെ ഉദ്ദേശിച്ചത്. ഫിറ്റ് ആണ്, ഫിറ്റ്. ഫിറ്റ്. എന്തായാലും നാച്ചുറലി ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഒരു നാച്ചുറൽ പെർഫോമർ ആണ്. അതിലൊട്ടും ഒരു കാപട്യം തോന്നുന്നുണ്ടായിരുന്നില്ല ഈ ചെയ്ത കാര്യങ്ങൾക്കൊന്നും. പിന്നെ പാട്ടാണെങ്കിലും ഒന്നും പറയാനില്ല, വളരെ മിടുക്കനായിട്ട് നന്നായിട്ട് പാടി. താങ്ക് യു സർ. ഞാൻ പേപ്പറിൽ കൈയൊന്നും പേപ്പറിൽ പേന കൊണ്ട് തൊട്ടിട്ട് പോലും ഇല്ല. വളരെ സന്തോഷം ഇങ്ങനെയൊക്കെയുള്ള പെർഫോമൻസ് കാണുമ്പോൾ. ഓക്കെ, താങ്ക് യു സർ. ഇതിന് നമ്മുടെ കുട്ടികളുടെ ഇമ്പ്രൂവ്മെൻറ്റും അവരുടെ എന്താ പറയുക ഈ പെർഫോമൻസും എല്ലാം കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അഭിമാനവും തോന്നുന്നുണ്ട്. താങ്ക് യു സർ. കാരണം ഇവിടെ നിന്ന് ഇങ്ങനെ ഓരോ എപ്പിസോഡ് കഴിയും തോറും നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഇവിടുത്തെ കുട്ടികളുടെ ഇമ്പ്രൂവ്മെൻറ്റ്, അവരെ എത്രത്തോളം അവർ ഇമ്പ്രൂവ് ചെയ്തു എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും അതിന് ഞാൻ പ്രത്യേകം നമ്മുടെ ഗ്രൂമേഴ്സിനെയും പ്രത്യേകം ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യാണ്. അപ്പോൾ എന്തായാലും കൊള്ളാം ദർശകൂട്ടാ. താങ്ക് യു സർ. ഇവിടെ പൂ വിരിയിക്കുകയല്ല, പൂ വിരിയുകയാണ്. നമ്മുടെ ദക്ഷ ഇങ്ങനെ വിരിഞ്ഞു വരികയാണ് അല്ലേ? യെസ്. അല്ല, ഞാൻ ആലോചിക്കാം എന്ത് വാക്ക് പറഞ്ഞാലാണ് അത് കറക്റ്റ് അത് വരികയെന്ന്. കാരണം പല രീതിയിലുള്ള ഇന്റലിജൻസ് അവനിവിടെ എക്സിബിറ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു സ്റ്റേജിൽ. അത് സ്പീച്ച് ആയിട്ട് വരുന്നുണ്ട്, പെർഫോമൻസ് ആയിട്ട് വരുന്നുണ്ട്, പാട്ടിന്റെ ക്ലാരിറ്റി ആയിട്ട് വരുന്നുണ്ട്, അതിന്റെ കുഞ്ഞ് സാധനങ്ങൾ പഠിക്കുന്നതായിട്ട് വരുന്നുണ്ട്. അപ്പം ഞാൻ ആലോചിക്കാം എന്തൊക്കെ രീതിയിലാണ് അവന്റെ ചിന്തകൾ പോകുന്നത് എന്ന് ആലോചിക്കും. ശരിക്കും അത്ഭുതം തോന്നുന്നതാണ്. ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് ദക്ഷക്കുട്ടന് യാതൊരു സഭാകമ്പവും ഇല്ല, യാതൊരു ചമ്മലും ഇല്ല. അത് മാത്രല്ല മധുമകൾ, എനിക്ക് തോന്നുന്നു അവൻ ഈ സ്റ്റേജ് കറക്റ്റ് ആയിട്ട് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണമെന്ന് അറിയാം. എന്നുവെച്ചാൽ ഇവിടെ വന്ന് ഈ സെക്കൻഡിൽ എന്തൊക്കെ ചെയ്യണം, പിന്നെ തിരിച്ച് വീട്ടിൽ പോയിട്ട് ആലോചിച്ചാൽ ഇവിടെ വന്നൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇവിടെ വരുമ്പോ മാക്സിമം അവനുള്ള ടാലൻസ് എല്ലാം അവൻ പുറത്തേക്ക് കാണിക്കുന്നുണ്ട്. അവന് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി അവൻ അത്ര ഉപയോഗിക്കുന്നുണ്ട്. റൗണ്ട് അറിഞ്ഞിട്ടാണ് സാധനമൊക്കെ ചെയ്യണേ. കോമഡി റൗണ്ട്, ഓക്കെ, സെലിബ്രേഷൻ റൗണ്ട് ഇതുപോലെ സെലിബ്രേറ്റ് ചെയ്ത വേറൊരു ആള് ഞാൻ കണ്ടില്ല. ഇങ്ങനെ കിടന്ന് സെലിബ്രേഷൻ അല്ല, സെലിബ്രേഷൻ ആക്ച്വലി ഇറ്റ് വാസ് ഗ്രാൻഡ് സെലിബ്രേഷൻ. ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ. ഇറ്റ് ഈസ് ബ്യൂട്ടിഫുൾ, അമേസിംഗ്. താങ്ക് യു മാം. അപ്പൊ മാർക്കിന് പകരം ഒരു കുപ്പി സംശയമുണ്ടോ? എന്ത് ഞാൻ ഫിറ്റ് ആണോന്നാ? അല്ല, എം ജെ സാർ ഫിറ്റ് ആണോന്ന് മാർക്കിൽ സംശയം ഉണ്ടോ? മാർക്കിൽ എന്ത് സംശയം? എത്ര മാർക്കായിരിക്കും? മധുവിന് സംശയമുണ്ടോ? എനിക്ക് യാതൊരു സംശയവും ഇല്ല. ഒന്നില്ല. പ്രോ കുടിയന്മാരാ അപ്പുറത്തെ ഇപ്പുറത്തും. അൾട്രാ. ക്യാപ്റ്റൻ എനിക്ക് നല്ല ബോധമുണ്ട്, അതുകൊണ്ട് എനിക്ക് സംശയമൊന്നുമില്ല. ബോധമില്ലാത്ത നിങ്ങൾക്ക് സംശയം. ഇതിന് കൊടുക്കാൻ പറ്റിയ മാർക്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 100 കൊടുത്തേക്കാം. പോരെ? 100 കുറച്ച് എന്ത് കൊടുക്കാനാ? 100 കുറച്ചൊന്നും കൊടുക്കാനില്ല. 100 കൊടുത്തേക്കാം. ഓക്കെ, നീ ഹാപ്പി അല്ലടാ? യെസ്. നീ ഹാപ്പി ആണെങ്കിൽ ഹാപ്പി ആക്കും. അതാണ് പ്രൊഫഷണൽ കൊടിയൻ. ശരിക്കും കൂടി എന്നെ മനസ്സിലായല്ലേ? യെസ് സർ.